നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സലാർ എന്ന സിനിമയിലൂടെ നഷ്ടപ്പെട്ടു തുടങ്ങിയ താരമൂല്യം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നടൻ പ്രഭാസ്. തുടരെ വന്ന പരാജയങ്ങൾ കാരണം നടന്റെ ആരാധകർ കടുത്ത നിരാശയിലായിരുന്നു. ബാഹുബലിക്ക് ശേഷം അത്രത്തോളം വലിയൊരു സിനിമ പ്രഭാസിന് ലഭിച്ചിരുന്നില്ല. വൻ ഹൈപ്പിൽ വന്ന സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി. ആദിപുരുഷന്റെ പരാജയത്തോടെ പ്രഭാസ് എന്ന താരത്തിന്റെ പതനം തീർച്ചയായെന്ന് പലരും കരുതി. എന്നാൽ വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മറുപടിയായി മാറിയിരിക്കുകയാണ് സലാറിന്റെ വിജയം. സിനിമയെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും പ്രഭാസിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ളതെല്ലാം സലാറിലുണ്ട്. സലാറിന്റെ വിജയം വിനയായിരിക്കുന്നത് ടോളിവുഡ് താരങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തുന്ന ജ്യോത്സ്യൻ വേണുസ്വാമിക്കാണ്. പ്രഭാസിന് ഇനി തിരിച്ചു വരവില്ലെന്നും നടന്റെ കരിയറിലെ വീഴ്ച തുടങ്ങിയെന്നും നേരത്തെ ഇദ്ദേഹം പ്രവചനം നടത്തിയിരുന്നു. ഇപ്പോൾ സലാർ പ്രഭാസിന്റെ താരമൂല്യം തിരിച്ചു നൽകിയപ്പോൾ സ്വാമിയുടെ വാദങ്ങളെ ചോദ്യം ചെയ്ത് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ. എന്നാൽ തന്റെ വാദത്തിൽ നിന്ന് പിന്മാറാൻ വേണുസ്വാമി തയ്യാറായിട്ടില്ല. പ്രഭാസിനെ കുറിച്ചുള്ള തന്റെ പ്രവചനം ശരിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. സൂപ്പർ സ്റ്റാർ എന്നാൽ റിലീസ് ചെയ്യുന്ന 90% സിനിമകളും ഹിറ്റാകുന്നവരാണ്. 4 സിനിമകൾ റിലീസ് ചെയ്ത ഒരു സിനിമ മാത്രം ഹിറ്റാകുന്നത് വലിയ കാര്യമല്ലെന്ന് സ്വാമി വേണു വാദിക്കുന്നു. പ്രഭാസിന്റെ കാര്യത്തിൽ മറ്റ് ചില പ്രവചനങ്ങളും താൻ നടത്തിയിട്ടുണ്ട്. പ്രഭാസിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അടുത്തിടെ സർജറി ചെയ്തെന്നും ഞാൻ പറഞ്ഞിരുന്നു. അത് സത്യമാണ്. ഇതുകൊണ്ടാണ് സലാറിന്റെ പ്രൊമോഷൻ പരിപാടികൾ കൃത്യമായി നടക്കാഞ്ഞതെന്നും സ്വാമി പറഞ്ഞു. സലാറിന്റെ പ്രൊമോഷനുകളിൽ പ്രഭാസ് സജീവമായിരുന്നില്ല. പ്രഭാസിന്റെ വിവാഹകാര്യത്തിലും സ്വാമി വേണു പ്രവചനം നടത്തിയിരുന്നു. പ്രഭാസിന് വിവാഹിതനാകാൻ സാധ്യതയില്ലെന്നും വിവാഹം ചെയ്താൽ പ്രശ്നങ്ങൾ തുടങ്ങുമെന്നുമാണ് സ്വാമി വേണു പറഞ്ഞത്. ഈ പ്രവചനം കൂടി തെറ്റിയാൽ സ്വാമി വേണുവിന്റെ സാഹചര്യം കൂടുതൽ മോശമാകും. ടോളിവുഡിലെ പല പ്രമുഖരെക്കുറിച്ചും ഇദ്ദേഹം പ്രവചനം നടത്താറുണ്ട്. 44-കാരനായ പ്രഭാസ് ഇപ്പോഴും അവിവാഹിതനാണ്. മറുവശത്ത് പ്രഭാസ് തുടരെ സിനിമകൾ ചെയ്തെങ്കിലും ഇവയെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. സലാറിന്റെ വിജയം നടന് കരിയറിൽ പുതുജീവൻ നൽകിയിട്ടുണ്ട്. ഇത് നിലനിർത്തുകയെന്നതാണ് നടന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കൽകി 2898 ആണ് പ്രഭാസിന്റെ റിലീസ് ചെയ്യാനുള്ള സിനിമ. ദീപിക പദുകോൺ ചിത്രത്തിൽ നായികാ വേഷം ചെയ്യുന്നു. സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.